ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ മച്ചാമാരെ. യെസ്, പ്രോഡിസ്ക് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ഗൈസ്, നിങ്ങൾ പ്രോഡിസ്ക് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രോഡിസ്കിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും മച്ചാമാരെ. സോ പ്രോഡിസ്കിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ പ്രോഡിസ്ക് ഏകദേശം ചെയ്തിട്ട് 2 മാസം ആവുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്ന കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ പോലീസ് പിടിക്കുമോ എന്നുള്ളത്. അതായത് MVD പോലീസ് തുടങ്ങിയ ടീംസ് നമ്മുടെ പ്രോഡിസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കും. അതൊരു മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പിടിക്കുമോ. പിന്നെ നമ്മുടെ ഒരുപാട് പേരൊരു സംശയം, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കുന്നൊരു കാര്യമാണ്, പ്രോഡിസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും, അതായത് റൈഡിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന്. കാരണം ഈ ഇടയായിട്ട് ഒരുപാട് മെസ്സേജസ്, ഒരുപാട് കാര്യങ്ങൾ ഈ പ്രോഡിസ്കിനെ പറ്റി ചർച്ച നടക്കുന്നുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ചർച്ചാ വിഷയം തന്നെയായിരിക്കും. സോ പ്രോഡിസ്കിലേക്ക് നമുക്ക് കിടക്കാം. പ്രോഡിസ്ക് ഏകദേശം ഞാൻ ഓർഡർ ചെയ്തത് ഏകദേശം 1 ഇയർ ആവുന്നു. പ്രോഡിസ്ക് എന്ന് പറയുന്നൊരു ഇത് നമ്മൾ കൂടുതലായിട്ട് ട്രെൻഡായിട്ട് വന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് ഏകദേശം 2 മാസം ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞാൻ കാണിച്ചു തരുന്നത്, ഇതാണ് അതിൻ്റെ ലിങ്ക്, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ലുക്കിനെ പറ്റി പറയാം. ലുക്കെന്ന് വെച്ചാൽ മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത കിടുക്കൻ ലുക്ക് നമുക്കുണ്ട്, വണ്ടിക്ക് കിട്ടും. കാരണം ഒരു വല്ലാത്ത എടുപ്പ്. അതായത് എന്നോട് പലരും കണ്ടിട്ട് ചോദിച്ചു, അതായത് പ്രോഡിസ്ക് എന്താണെന്ന് അറിയത്തില്ലാത്തവർ, ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പുറത്തുനിന്ന് അങ്ങനെ ഇച്ചിരി ദൂരത്തു നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു കണ്ടിട്ട്, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു, എടാ വലിയ ടയറാണല്ലോ ബാക്കിൽ, ഫ്രണ്ടിൽ വലിയ ഒരു 1.5 ടയറാണല്ലോ ബാക്കിൽ കിടക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ പ്രോഡിസ്ക് ചെയ്തേക്കണേ, അപ്പോൾ അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ടയറിന്, അതായത് ട്രിം സൈസ് ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് നമുക്ക് തോന്നും. അത് ഹാഫ് സൈസിൻ്റെ കേസായിട്ടോ പറയുന്നത്. ട്രിം സൈസ് ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് നമുക്ക് തോന്നും. പിന്നെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഡ്രിമ്മും ടയറിന് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടച്ച് വരുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ഫീൽ നമുക്ക് കിട്ടും. ലുക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. വണ്ടി ഏത് കൂടെ കൊണ്ടായാലും ആൾക്കാർ നന്നായിട്ട് സ്കെച്ചിട്ട് നമ്മുടെ വണ്ടിയിൽ നോക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സെറ്റപ്പാണ്. അപ്പോൾ വണ്ടി നമ്മളിപ്പോൾ ഡിഫൊക്കെ ചെയ്തിട്ട് പോകുന്നവരൊരു പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ സൗണ്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കും. അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞ് പൊട്ടിച്ച് പോകാൻ വേണ്ടിയിട്ടൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്കിൻ്റെ കേസ് നമ്മൾ സംസാരിച്ചു. ലുക്കിൻ്റെ കേസ് പറയുമ്പോൾ മാരക ലുക്ക് 100% ലുക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MVD അല്ലെങ്കിൽ പോലീസ് നമ്മളെ പിടിക്കുമോ എന്നുള്ള കാര്യം കൺഫേം ആയിട്ട് പിടിക്കും. ഇത് വെച്ച് പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോലീസിൻ്റെ കൈ ചെന്ന് ചാടിക്കൊടുത്താൽ അവന്മാർ നല്ല രീതിയിൽ പെറ്റി തരുകയും ചെയ്യും. ആ സാധനം അഴിച്ച് കളയാൻ പറഞ്ഞാൽ നമുക്ക് ഓൺ സ്പോട്ടിൽ അല്ലെങ്കിൽ നമുക്ക് അഴിച്ച് കളയേണ്ട വരും. അത് ഒന്നാമത്തൊരു കാര്യമാണ്. കാരണം എന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ പിടിച്ച സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. MVD ആണ് പിടിച്ചത്. MVD പിടിച്ചിട്ട് എന്നെ അപ്പം തന്നെ സ്പോട്ടിൽ അയപ്പിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ അയച്ച് കളയാമെന്ന് പറഞ്ഞാൽ ഞാൻ അയച്ച് കളഞ്ഞു. അപ്പോൾ MVD പിടിക്കുമോ പോലീസ് പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത്, ഇത് ചെയ്തത് കൊണ്ട് നമുക്ക് റൈഡിങ്ങിൽ എന്തെങ്കിലും അൺകംഫർട്ട് ഫീൽ ചെയ്യുമോ? അങ്ങനെ ചോദിച്ചാൽ മച്ചാമാരെ, എനിക്ക് പറയാൻ 100% ഞാൻ പറയും വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട്, അതായത് ഇടുക്കി, ഞാൻ ഏകദേശം റൈഡ് ചെയ്യുന്നത് എറണാകുളം ടു ഇടുക്കി ആ റൂട്ടിലായിരിക്കും ഞാൻ എപ്പോഴും റൈഡ് ചെയ്യുന്നത്. കാരണം എൻ്റെ ആവശ്യങ്ങൾ ആ ഒരു ഏരിയയിലാണ്. സോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ ഇപ്പം മഴക്കാലമായിരുന്നു. മഴക്കാലം തുടങ്ങി വരുന്നു. അപ്പോൾ ഈ സമയത്ത് കാറ്റ് നല്ല രീതിക്ക് ഈ ഏരിയയിൽ കാറ്റുണ്ട്. കാറ്റ് പിടിക്കുമോ എന്ന് ചോദിച്ചാൽ 100% കാറ്റ് പിടിക്കും. നമുക്ക് വണ്ടി കോർണർ ചെയ്യുമ്പോഴും അല്ലാതെ നമ്മൾ സ്ട്രൈറ്റ് റോഡൊക്കെ പോകുമ്പോഴും നമുക്ക് നല്ല രീതിക്ക് കാറ്റ് പിടിക്കുന്നതായിട്ട് കാരണം തോന്നും. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് സ്വന്തമായിട്ട് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടിയിൽ നമ്മൾ പോകുന്ന സമയത്ത് എയർ കണ്ടീഷൻ, അതായത് നമ്മൾ എയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഇങ്ങനെ എയറിൽ തട്ടുമ്പോൾ അതിങ്ങനെ കണ്ടീഷനൊക്കെ, അതായത് ഏത് റൂട്ടിൽ കൂടെ ഒരു റൂട്ട് നമുക്ക് വണ്ടിക്കകത്ത് വണ്ടി അതായത് ബിൽഡ് ചെയ്യുമ്പോൾ അവരൊരു റൂട്ട് കൊടുത്തിട്ടുണ്ടാവും. വിൻഡ് നമുക്ക് കടന്ന് വണ്ടിയിൽ ടച്ച് ചെയ്തിട്ട് വണ്ടിക്ക് പ്രശ്നമാവാത്ത രീതിയിൽ വിൻഡ് മാനേജ് ചെയ്ത് പോകാനായിട്ടൊരു എയർ ഹോള് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു ഇത് സിസ്റ്റം നമ്മുടെ വണ്ടിയുടെ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ പല വണ്ടിക്കകത്തും കണ്ടിട്ടുണ്ടാവും, നമ്മൾ കിറ്റുള്ള വണ്ടിക്കകത്തൊക്കെ അതിൻ്റെ രൂപം എന്ന് പറഞ്ഞ ഒരു മീൻ കുഞ്ഞിൻ്റെ പോലെ. കാരണം കാറ്റ് തട്ടിയിട്ട്, പിന്നെ നേക്കിഡ് വേർഷൻ വണ്ടിക്കകത്താണെങ്കിലും കാറ്റ് വരുമ്പോൾ അത് പിടിക്കാത്ത രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഡ്രിമ്മിലേക്ക് ഇതുപോലത്തെ ഒരു ഐറ്റം നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കാറ്റ്, ഡ്രിമ്മിൽ വന്ന് അടിക്കുന്ന കാറ്റ് ഡൈവേർട്ട് ചെയ്താൽ, അതല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റായി പോകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാറ്റ് വന്ന് അടിക്കുമ്പോൾ നമുക്ക് വിൻഡ് വന്ന് നമുക്കിങ്ങനെ ഡ്രിമ്മിലടിക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് വണ്ടി ഒലയുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വളരെ സ്പീഡ് കുറച്ചാണ് ഇപ്പോൾ റൈഡ് ചെയ്ത് പോകുന്നത്. കാരണം എനിക്കിത് ഊരാനും വയ്യ. കാരണം ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് പോവുകയും ചെയ്യും. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് അയച്ചു മരുന്നതിനെ പറ്റി ചിന്തിക്കില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് റിസ്ക് എടുത്ത് ഇത് വെച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷേ പിന്നെ അതാണ് നമുക്ക് വിൻഡിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ കൊണ്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തൊരു കേസ്, വണ്ടിയുടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ നല്ല രീതിയിൽ പ്രശ്നമുണ്ട്. കാരണം ചെളി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഡിസ്കിൻ്റെ ഉള്ളിൽ കയറുന്ന ചെളി നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കഴുകി കളയാൻ പറ്റില്ല. ഡിസ്ക് ഊരാൻ നമുക്ക് കഴുകി കളയാൻ പറ്റില്ല. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് കഴുകി വെച്ച വണ്ടി പുറത്തേക്ക് ഇറക്കി, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാട്ടോ ഞാൻ പറയുന്നത്. വണ്ടി നമ്മൾ പുറത്തേക്ക് ഇറക്കി, നമ്മൾ കഴുകി വെച്ചു, പുറത്തേക്ക് ഇറക്കി നമ്മൾ പോയിട്ട് കുറച്ച് ചെളിയുള്ളിടത്തേക്കിടയ്ക്ക്, അല്ലെങ്കിൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയായാലും കുറച്ചൊക്കെ മണലൊക്കെ കയറും. അങ്ങനെ കയറുന്ന മണൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. നമുക്ക് അത് ഊരിയെടുത്താതെ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എത്ര പ്രാവശ്യം നെട്ടും പോയിട്ട് ഊരി, അതല്ലെങ്കിൽ ടൈ ഊരി നമുക്ക് എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോ ഡിസ്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, ലുക്കാണ് നിങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ വെച്ചോളൂ. ലുക്കിൻ്റെ കാര്യത്തിൽ ഈ പ്രോ ഡിസ്ക് എന്ന് പറയുന്ന സാധനം ഒരു രക്ഷയില്ല. നമുക്ക് എന്താ പറയുക, വണ്ടിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരേ ഒരു സാധനത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രോ ഡിസ്ക് വെച്ചതിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, വണ്ടി കഴുകാൻ ചെളിയൊക്കെ കയറി പ്രോ ഡിസ്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. അതായത് ഡ്രിമ്മിനോട് ചേർന്ന് ഡിമ്മിൻ്റെ ആ ലൈൻസിൽ കയറിയിരിക്കും. പിന്നെ കാറ്റ് പിടിക്കും വണ്ടി, പിന്നെ പോലീസ് സ്കെച്ചാവും. ഇങ്ങനെ 3-4 കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഊരിൽ വെക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. പക്ഷേ ലുക്കിൻ്റെ കാര്യത്തിൽ ലുക്ക് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒന്നും ആലോചിക്കല്ല മച്ചന്മാരെ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ വെച്ചോളൂ, ഒരു സീനുമില്ല. സോ നമ്മുടെ ചാനലിലേക്ക് ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ള ആയിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ പ്രോ ഡിസ്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ് പോസിറ്റീവ് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ മച്ചന്മാരെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.